പശ്ചിമേഷ്യയിലെ യുദ്ധ കാർമേഘങ്ങൾ ഒഴിയുമെന്നും ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയിൽ എത്തുമെന്നും കരുതിയ നയതന്ത്ര ലോകത്തിന് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ 21 മണിക്കൂറായി നടന്ന അതീവ നിർണായകരമായ US-ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഈ മാരത്തൺ ചർച്ചകൾ ഒരു കരാറുമില്ലാതെയാണ് അവസാനിച്ചതെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇറാന് മുന്നിൽ അമേരിക്ക വെച്ച അവസാനത്തെയും ഏറ്റവും മികച്ചതുമായ ഓഫറാണിതെന്നും ഇത് അംഗീകരിക്കാൻ ഇറാൻ ഒട്ടും തയ്യാറാകാത്ത സാഹചര്യത്തിൽ US സംഘം വാഷിംഗ്ടണിലേക്ക് മടങ്ങുകയാണെന്നും വാൻസ് വ്യക്തമാക്കി. ഇറാൻ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയണമെന്ന അമേരിക്കയുടെ കർശനമായ റെഡ് ലൈൻ നിബന്ധനയാണ് ചർച്ചകൾ തകരാൻ പ്രധാനമായും കാരണമായത്. ഈ നയതന്ത്ര പരാജയം മേഖലയെ കൂടുതൽ രക്തരൂക്ഷിതമായ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ചർച്ചയുടെ ഫലം എന്തു തന്നെ ആയാലും വിജയം അമേരിക്കയോടൊപ്പം ആയിരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങളോ സൈനിക നീക്കങ്ങളോ ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്ന ഉറപ്പ് നൽകണമെന്നായിരുന്നു ചർച്ചയിലെ അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന. ഇതിനായി കൃത്യമായ റെഡ് ലൈനുകൾ അഥവാ പരിധികൾ അമേരിക്ക നിശ്ചയിച്ചിരുന്നു. എന്നാൽ സ്വന്തം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് ആരോപിച്ച് ഇറാൻ ഈ നിബന്ധനകൾ പാടെ തള്ളിക്കളയുകയായിരുന്നു. അമേരിക്ക നൽകുന്ന അവസാനത്തെയും മികച്ചതുമായ ഓഫറാണിത് എന്ന് വാൻസ് ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കർശന നിലപാടിലായിരുന്നു ഇറാൻ പ്രതിനിധികൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ മാരത്തൺ ചർച്ചകൾ ഇസ്ലാമാബാദിൽ സംഘടിപ്പിച്ചത്. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ട വാർത്തയോട് വളരെ പക്വതയില്ലാതെയും എന്നാൽ പ്രകോപനപരവുമായ രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചത്. ചർച്ചയുടെ ഫലം എന്തു തന്നെ ആയാലും തനിക്ക് ആശങ്കയില്ലെന്നും ഏത് സാഹചര്യത്തിലും അമേരിക്ക തന്നെയായിരിക്കും വിജയിക്കുകയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സമാധാന നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെ ഇറാനുമേൽ ഇനി കടുത്ത സൈനിക സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ചെലുത്താനായിരിക്കും അമേരിക്കയുടെ നീക്കം. നയതന്ത്രത്തിന്റെ വാതിലുകൾ ഇസ്ലാമാബാദിൽ അടഞ്ഞതോടെ പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ്ടും പ്രകോപനത്തിന്റെ വെടിയൊച്ചകൾ മുഴങ്ങുകയാണ്. ചർച്ചകൾ പരാജയപ്പെട്ട വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ഇറാനെതിരെ കൂടുതൽ ശക്തമായ സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇറാനും അവരുടെ സായുധ പ്രോക്സി ഗ്രൂപ്പുകൾക്കും എതിരായ യുദ്ധം ഒരടി പോലും പിന്നോട്ടല്ലാതെ തുടരുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. നയതന്ത്ര നീക്കങ്ങൾക്കായി US സംഘം പാകിസ്ഥാനിൽ ക്യാമ്പ് ചെയ്തിരുന്ന സമയത്തും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് ചെറിയൊരു ഇടവേള പോലും നൽകിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള കൂടുതൽ വ്യോമാക്രമണങ്ങൾക്ക് ഇസ്രായേൽ മുതിരുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഭയക്കുന്നത്. മറുഭാഗത്ത് ഇറാനും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. അമേരിക്കൻ സംഘം മടങ്ങുന്നതിനിടയിൽ തന്നെ തങ്ങളുടെ സൈനിക കരുത്ത് പ്രകടിപ്പിക്കാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് അഥവാ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് തയ്യാറായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വാണിജ്യ കപ്പലുകൾക്ക് നിയന്ത്രണങ്ങളിലൂടെ കടന്നു പോകാമെങ്കിലും വിദേശ രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇത് ആഗോള എണ്ണ വിപണിയെയും ചരക്ക് നീക്കത്തെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. 40 ദിവസത്തിലേറെയായി തുടരുന്ന ഈ യുദ്ധം സമാധാനപരമായ ഒരു ഉടമ്പടി ഇല്ലാതെ അവസാനിക്കുന്നത് പശ്ചിമേഷ്യയെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്ക നയതന്ത്ര വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. അമേരിക്കയുടെ പുതിയ നീക്കങ്ങളും ട്രംപിന്റെ പരോക്ഷമായ ഭീഷണികളും മേഖലയിലെ സമാധാന ചർച്ചകളെ ഇനി എങ്ങോട്ട് നയിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.